നിങ്ങൾ ഇത്തരത്തിലുള്ള പരിപാടികൾ നിങ്ങളുടെ ചാനലിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അത് മാറ്റിക്കോ. കാരണം എന്ന് പറഞ്ഞാൽ മോണിറ്റൈസേഷൻ ആയ പല ചാനലുകളുടെയും മോണിറ്റൈസേഷൻ സസ്പെൻഡഡ് ആയി തുടങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ചാനൽ ഉണ്ടെങ്കിൽ അതിന്റെ അകത്ത് നിങ്ങൾ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈനോ അല്ലെങ്കിൽ യൂട്യൂബിന്റെ പോളിസിക്ക് എതിരായിട്ടുള്ള ഏതെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ തുടരെ നിങ്ങൾക്ക് എത്ര ചാനൽ ഉണ്ട് അതിന്റെയൊക്കെ മോണിറ്റൈസേഷൻ അവിടെ റദ്ദാവുന്നതായിരിക്കും. അതാണ് ഇപ്പോഴത്തെ യൂട്യൂബിന്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ സസ്പെൻഡഡ് ഡ്യൂ ടു റിലേറ്റഡ് ചാനൽ പോളിസി എന്നാണ് ഈ ചാനൽ പോളിസിയുടെ പേര്. ഹലോ ഗൈസ്, നമസ്കാരം. അപ്പൊ ഞാൻ തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആവും. ഇവൻ എന്ത് തേങ്ങയായി വിളിച്ചു പറയുന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്കൊക്കെ തോന്നും. അപ്പൊ പറഞ്ഞ കാര്യം വളരെ സത്യമാണ്. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ തുടക്കം മുതൽ നിങ്ങൾ അവസാനം വരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. കാരണം നിങ്ങൾ മോണിറ്റൈസേഷൻ കിട്ടിയ ആളാണെങ്കിലും അല്ലെങ്കിൽ പുതുതായിട്ട് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഈ വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. അറിയാതെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്ത് നേടിയ നിങ്ങളുടെ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന സംഭവം യൂട്യൂബ് എടുത്തു കളയും. പിന്നെ നിങ്ങൾക്ക് ഒരു പൈസ പോലും ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂല. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതായത് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, അതായത് ഈ റിലേറ്റഡ് സസ്പെൻഡഡ് എന്ന് പറഞ്ഞ ഒരു പോളിസി യൂട്യൂബ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോ ഒരു ചാനൽ തുടങ്ങി ഉദാഹരണത്തിന്, അതായത് ഒരു മെയിൻ ചാനൽ നിങ്ങൾക്ക് ഉണ്ടാവും. ആ ചാനലിൽ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് വീഡിയോസ് ചെയ്ത് പോകുന്നുണ്ടാവും. നിങ്ങൾ അത്യാവശ്യം വീഡിയോസ് ചെയ്ത് ചിലപ്പോൾ ഒരു 1,00,000 സബ്സ്ക്രൈബർ അല്ലെങ്കിൽ എത്ര 1,00,000 മേലെ സബ്സ്ക്രൈബർ, അപ്പൊ അത്യാവശ്യം നല്ല രീതിക്ക് നിങ്ങൾക്ക് മോണിറ്റൈസേഷനിലൂടെ നിങ്ങൾക്ക് വരുമാനം കിട്ടിപ്പോകുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? സെക്കൻഡറി ഒരു ചാനൽ തുടങ്ങും. സെക്കൻഡറി ചാനലിൽ നിങ്ങൾക്ക് ഇപ്പോൾ 50,000 സബ്സ്ക്രൈബേഴ്സ് എത്തിയെന്ന് കൂട്ടിക്കോ. അപ്പോ അടുത്തൊരു ചാനലും കൂടെ തുടങ്ങുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഇപ്പൊ 3 ചാനലാണ് ഉള്ളതെങ്കിൽ നിങ്ങളിപ്പോ മൂന്നാമത്തെ ചാനൽ ചിലപ്പോൾ ഒരു 3,000 അല്ലെങ്കിൽ 4,000 സബ്സ്ക്രൈബേഴ്സേ കാണുള്ളൂ എന്ന് കൂട്ടിക്കോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി എല്ലാവരും ചെയ്യുന്ന തെറ്റാണ്. ഏറ്റവും കുറവ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകളിൽ എന്തെങ്കിലും വീഡിയോസ് വാരി വലിച്ചിടുന്ന പരിപാടി. അതായത് നിങ്ങളുടെ മെയിൻ ചാനലിൽ നിങ്ങൾ യൂട്യൂബിന്റെ പോളിസിക്ക് അനുകൂലമായിട്ടുള്ള വീഡിയോസ് മാത്രം ചെയ്യുക. നിങ്ങളുടെ റിലേറ്റഡ് ആയിട്ടുള്ള ചാനലിൽ നിങ്ങൾ അതിന്റെ പോളിസിക്ക് എതിരായിട്ടുള്ള, അതായത് ഏതെങ്കിലും തരത്തിലുള്ള കോപ്പി റൈറ്റോ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈനോ എന്തെങ്കിലും അധിക്ഷേപപരമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇട്ട് നിങ്ങൾ അങ്ങോട്ട് ചാനൽ കയറ്റാനാണ് നിങ്ങൾ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ്? എനിക്ക് മെയിൻ ആയിട്ടൊരു ചാനലുണ്ട്, അപ്പൊ ആ ചാനലിന് ഒരു കുഴപ്പവും വരരുത്. സെക്കൻഡറി ചാനലല്ലേ അല്ലെങ്കിൽ തേർഡ് ചാനലല്ലേ, അതിന് കുഴപ്പമൊന്നുമില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുക. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് തേർഡായിട്ടൊരു ചാനൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് ചാനലിലാണോ നിങ്ങൾ യൂട്യൂബിന്റെ പോളിസിക്ക് എതിരായിട്ടുള്ള വീഡിയോസ് നിങ്ങൾ ചെയ്യുന്നത്, ആ ചാനലിന്റെ മോണിറ്റൈസേഷൻ സസ്പെൻഡഡ് ആവുന്നതോടുകൂടി നിങ്ങൾക്ക് എത്ര ചാനൽ ഉണ്ട് ആ ചാനലിന്റെ ഒക്കെ മോണിറ്റൈസേഷൻ അവിടെ സസ്പെൻഡഡ് ആയി പോകും. ഈ ഒരു ചാനലിന്റെ മോണിറ്റൈസേഷൻ സസ്പെൻഡഡ് ആവുന്നതോടുകൂടി നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ചാനലിന്റെയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് 3,000 4,000 എത്രയാണ് നിങ്ങൾക്ക് ചാനലിലുള്ളത്, ആ ചാനലിന്റെ ഒക്കെ മോണിറ്റൈസേഷൻ യൂട്യൂബ് സസ്പെൻഡ് ചെയ്ത് കളയും. ഇതാണ് ഈ ഒരു പോളിസി കൊണ്ട് യൂട്യൂബ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിൽ എന്തെങ്കിലും വീഡിയോസ്, അതായത് നിങ്ങൾക്ക് അറിയാം യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, കോപ്പിറൈറ്റിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്, യൂട്യൂബിന്റെ എല്ലാ കാര്യങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, തുടക്കക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. കാരണം നിങ്ങൾ കഷ്ടപ്പെട്ട് ഒരുപാട് വീഡിയോസ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അത് എക്സ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ഡാറ്റയൊക്കെ കളഞ്ഞിട്ടാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണം? തീർച്ചയായിട്ടും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടണം, അല്ലെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് റവന്യൂ ലഭിക്കണം. അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനുവേണ്ടി തന്നെയാണ് ഇവിടെ എല്ലാവരും മത്സരിക്കുന്നത്. അപ്പോ നിങ്ങളുടെ ഈ ഒരു മിസ്റ്റേക്ക് കാരണം നിങ്ങളുടെ ആ ഒരു റവന്യൂ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, റിലേറ്റഡ് ആയിട്ട് ചാനലുള്ള ആൾക്കാർ ഒരിക്കലും യൂട്യൂബിന്റെ പോളിസിക്കെതിരായിട്ടുള്ള ഒരു വീഡിയോസും നിങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം 2, 3, 4 ഒക്കെ ചാനലുള്ള ആൾക്കാർക്കാണ് മെയിനായിട്ട് ഈ പ്രശ്നം പറ്റുന്നത്. കാരണം അങ്ങനെ പറ്റിക്കഴിഞ്ഞാല് നിങ്ങളുടെ ആ ഒരു 3,000 4,000 മാത്രം സബ്സ്ക്രൈബർ ഉള്ള ചാനലിന് മോണിറ്റൈസേഷൻ റദ്ദായാലും നിങ്ങളുടെ ബാക്കി എല്ലാ ചാനലിന്റെയും കൂടെ മോണിറ്റൈസേഷൻ അവിടെ റദ്ദായി പോകും. തുടക്കം തന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഇത് പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അപ്പൊ നിങ്ങൾ അപ്പീലൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക്. പക്ഷെ നിങ്ങൾ എന്താണ് നിങ്ങൾ അപ്പീൽ കൊടുക്കാൻ പോകുന്നത്? ഞാൻ തെറ്റ് ചെയ്തില്ലാന്നോ? അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ കൊടുത്തതിനെ കൊണ്ട് ഒരു കാര്യവുമില്ല. ചിലപ്പോൾ ശരിയാവാം, ചിലപ്പം ശരിയായില്ല എന്ന് വരാം. അതൊക്കെ യൂട്യൂബിന്റെ ഭാഗത്തുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിപ്പോ വന്നൊരു അപ്ഡേറ്റ് ആണ്. ഇതെല്ലാവരിലേക്കും മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ഈ വീഡിയോയുടെ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുക. കാരണം എന്താ വെച്ചാല് കൂടുതൽ ചാനലുള്ള ആൾക്കാർക്കാണ് ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ പറ്റി വരുന്നത്. അപ്പൊ ഈ ഒരു പോളിസി കൊണ്ട് എന്ന് പറഞ്ഞാല് യൂട്യൂബ് ഇപ്പം കൂടുതൽ ഡിറ്റക്ട് ആയിട്ട് എല്ലാ വീഡിയോസും പരിശോധിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാല് പണ്ടത്തെ പോലെയൊന്നും അല്ല, എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി പരിശോധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 3, 4 ഒക്കെ ചാനലുള്ള ആൾക്കാർ നിങ്ങൾ ചാനൽ ക്രിയേറ്റ് ചെയ്തോ, ഒരു കുഴപ്പമില്ല. പക്ഷെ എല്ലാ ചാനലിലും ഒരിക്കലും നിങ്ങൾ സെയിം ടു സെയിം ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരിക്കുക. അതായത് ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്,
നിങ്ങളുടെ മെയിൻ ചാനലിൽ ഇട്ട വീഡിയോസ് തന്നെ ചിലപ്പോൾ ഷോർട്ടൊക്കെ ആക്കിയിട്ട് നിങ്ങളുടെ സെക്കൻഡറിയിലോ അല്ലെങ്കിൽ മൂന്നാമത്തെ ചാനലിലോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പരിപാടി അതൊരിക്കലും ചെയ്യരുത്. അത്തരത്തിൽ ചെയ്താലും ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ സംഭവിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാല്, നിങ്ങൾക്ക് തേർഡ് അതായത് മൂന്നാമതോ നാലാമതോ ഒരു ചാനൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ചാനലിന് മോണിറ്റൈസേഷൻ അപ്ലൈ കൊടുക്കുമ്പോഴും നിങ്ങൾ സൂക്ഷിക്കണം. കാരണം എന്ന് വെച്ചാൽ അതിന് അപ്ലൈ കൊടുക്കുമ്പോൾ നിങ്ങൾ യൂട്യൂബിന്റെ പോളിസിക്ക് എതിരായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം നിങ്ങൾ അപ്ലൈ കൊടുക്കാൻ. കാരണം അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ, അതിന്റെ മോണിറ്റൈസേഷൻ യൂട്യൂബ് റിജക്ട് ചെയ്യുന്നതോടുകൂടി നിലവിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഗ്രോത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചാനലിന്റെ മോണിറ്റൈസേഷനും കൂടെ അവിടെ റദ്ദായി പോകും. അപ്പൊ ഇതാണ് ഈ ഒരു പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, യൂട്യൂബിന്റെ പോളിസിക്ക് എതിരായിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ യൂട്യൂബിൽ ചെയ്യാൻ വേണ്ടി പാടില്ല. അതിപ്പോ ഏത് കാര്യങ്ങളായാലും ശരി, അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് ചാനലിലോ സെക്കൻഡ് ചാനലിലോ ഇനിയിപ്പോ നിങ്ങളുടെ 10ാമത്തെ ചാനലിൽ ചെയ്താൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ കംപ്ലീറ്റ് ചാനലിന്റെയും മോണിറ്റൈസേഷൻ അവിടെ റദ്ദായി പോകുന്നതാണ്. അപ്പൊ ഇപ്പൊ വന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇത്. ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ എഫേർട്ടാണ്, നിങ്ങളുടെ സമയമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പൈസയാണ് നിങ്ങൾ കളഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നത്. എന്തിനാ? ഇതിൽ നിന്ന് നിങ്ങളുടെ ഒരു ഫ്യൂച്ചറിൽ ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ. അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടാതെ വരും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് അറിയുന്ന ആളിലേക്ക് ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഞാൻ പറഞ്ഞത് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്താണോ അറിയാനുള്ളതും, അതുപോലെ തന്നെ ഈ വീഡിയോനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും നിങ്ങൾക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പൊ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.